ഫ്രണ്ട്സ്, നമ്മളിപ്പം കൊൽക്കട്ടയിൽ നേരെ ഒഡീഷയിൽ കയറി. അപ്പോൾ ഒഡീഷ വഴി നമ്മൾ വിശാഖപട്ടണമാണ് പിടിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായി, വൈകിട്ട് 3 മണിയായി. കൊൽക്കട്ടയിലെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും പലതും ഓപ്പൺ അല്ല. കാരണം കോവിഡ് കാരണം പലതും ക്ലോസ്ഡാണ്. ചിലയിടത്ത് ക്യാമറാസ് അലൗഡ് അല്ല. അപ്പം വിശാഖപട്ടണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ. വിശാഖപട്ടണം തന്നെ നമുക്കൊരു 16 മണിക്കൂർക്കുള്ളിൽ ജേണിയുണ്ട്. പിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഒഡീഷയിലെ പൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പൂരി ഫെസ്റ്റിവലൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. വിശാഖപട്ടണത്ത് ബീച്ചുണ്ട്, അവിടെ പോവാം. എല്ലാവരും പിന്നെ ഹറിയാണ്. ഓക്കെ, അപ്പോൾ ഇതേ എന്താ പറയുന്നത്, വിശാഖപട്ടണം. അപ്പോൾ നമ്മുടെ ഫ്യൂവൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാംഗ്ലൂരാണ്. അപ്പോൾ നഴ്സിംഗ് അഡ്മിഷനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയ്ത്ത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. 100% നിശ്ചയമാണ്. അപ്പം അവിടെ പഠിച്ച ആരും തോന്നിട്ടില്ല. അപ്പോൾ 100% അവിടെ പഠിച്ചവരെല്ലാവരും നഴ്സിംഗ് കേസിലുണ്ട്. ആർക്കെങ്കിലും നഴ്സിംഗ് അഡ്മിഷനുമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയ്ത്ത് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. ഒഡീഷ കേരളത്തിലോട്ട് തന്നെ കൃഷിയും നെല്ലും ഒക്കെ ഉണ്ട്. തളർന്ന് ക്ഷീണിച്ച് ഇവിടെ എത്തി നമ്മൾ. ഫ്രണ്ട്സ്, ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ഒന്ന് ചെയ്യാൻ പറ. യാത്രയായിരുന്നു. യാത്രയിലിടയിൽ ജിയോ കണക്ട് ചെയ്യുന്നു, വൈഫൈ പിന്നെ എയർടെൽ കണക്ട് ചെയ്യുന്നു. എന്താണെങ്കിലും അപ്ലോഡ് ആയിട്ട് 8 മണിക്ക് വീഡിയോ വരും. ഇതൊക്കെ പാടുപെടുന്നതാണ് ചെയ്യുന്നത്. ഒരു യൂട്യൂബുകാരൻ്റെ രോദനം, ദീനരോദനം. അപ്പം നമ്മളിപ്പം കൊൽക്കട്ടയിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു. കൊൽക്കട്ടയിൽ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം കൊറോണ ആയതുകൊണ്ട് പലയിടത്തും ക്ലോസ്ഡ് ആണ്. പിന്നെ എന്നിട്ട് രോദനത്തിന് ബലിയാടായത് എൻ്റെ എയർടെൽ നെറ്റ്വർക്ക്. 4.5 GB 4 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. നാളെ ഒരു 13 മണിക്കൂറുടെ 13.5 മണിക്കൂറുടെ ഉണ്ട് ഡ്രൈവ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. വീഡിയോഗ്രാഫർ എന്ത് ചെയ്യണം, പുറത്താക്കണ്ടേ. പിന്നെ എന്താ പറയുക, അപ്പോൾ നമുക്ക് 13.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ്, ഒഡീഷയിലാണ്. ഒഡീഷയിൽ ബലാസോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. ഹോട്ടൽ സ്റ്റാർ വേ എഴുതിയിരിക്കുന്നത്. ലീവ് ലൈക്ക് സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റേ ലൈക്ക് സ്റ്റാർ പറഞ്ഞുണ്ട്. അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. നമ്മൾ ഈ ബലാസോർ അടിച്ചു കൊടുക്കുമ്പോൾ കാണിക്കുന്നത് ഈ ചന്ദിപ്പൂർ എന്ന് പറഞ്ഞൊരു ബീച്ച് റിസോർട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഒരു 50 മിനിറ്റോളം നമുക്ക് ഉള്ളിൽ പോകണം. 25 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഭയങ്കര ട്രാഫിക്കാന്ന് തോന്നുന്നു. എന്താണ് റോഡ് പനലാണോ എന്താണെന്ന് അറിയത്തില്ല. 1 മണിക്കൂർ യാത്ര കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നേരെ ഹൈവേ വിട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ നാളെ ഒരു ലോങ് ഡ്രൈവ് ഉണ്ട്, 13 മണിക്കൂർ വിശാഖപട്ടണം. രാവിലെ പിടിച്ചാലേ വൈകിട്ട് അങ്ങനത്തെ. അപ്പോൾ ഹോട്ടൽ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വിശാഖപട്ടണം നിന്ന് കൊൽക്കട്ട വരുവാണെങ്കിലും കൊൽക്കട്ടയിൽ നിന്ന് വിശാഖപട്ടണം പോകണ ഇടയ്ക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് ഈ ഗതി വരല്ലേ. നമ്മളിങ്ങനെ ഹോട്ടൽ സെർച്ച് ചെയ്ത് ഗോവി നോക്കുന്നു. അങ്ങനെയൊക്കെ ഓൺലൈനിൽ നോക്കാൻ വളരെ ചുരുക്കം ഹോട്ടൽസ് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് ഒരു ബോർഡ് റോഡ് സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അന്നേരം വിളിച്ച് ചോദിച്ചു, അങ്ങനെ വന്നെടുത്താണിത്. ഭാഗത്തെ കയറി അകത്തെ കാഴ്ചകളാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ വിഷയം പാർക്കിങ്ങാണ്. വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർക്കിംഗ് ഇവിടെ അകത്താണ്. ഞാൻ കാണിക്കാം. ഇതാണ്, ഇതിൻ്റെ ഉള്ളിലാണ് പാർക്കിങ്. വെളിയിൽ സെക്യൂരിറ്റി ഉണ്ട്. ബേസ് ഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടി വരുമ്പോൾ ഉള്ള വിഷയം, മിക്ക ഹോട്ടൽസിലും റോഡ് സൈഡിൽ പാർക്കിംഗ് ഇല്ല. അപ്പം ഇവിടെ ആകുമ്പം പാർക്കിംഗ് നല്ല സൗകര്യമുള്ള വിശാലമായ ഒരു ബേസ്മെൻറ്റ് പാർക്കിംഗ് ഉണ്ട്.
വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ റൂമിലേക്ക് പോവാണ്. ഒരു സ്റ്റിയറിംഗ് കൊണ്ട് ലോക്ക് ചെയ്തു. ഇട്ടില്ല. ഫസ്റ്റ് രാവിലെ എടുക്കാൻ നിർത്തി. ഞങ്ങളൊക്കെ വണ്ടി ന്യൂട്രലിട്ടാണ് ഓഫ് ചെയ്തത്. നമ്മുടെ വണ്ടിക്ക് നമ്മളിപ്പോൾ ഗിയറിലിടുന്നത്. ഇനി ടയർ എന്തെങ്കിലും കല്ല് വെക്കണം, ജാക്കി വല്ലതും വെക്കണം, ലോക്ക് ചെയ്യണം. മിറർ അടിച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട. അപ്പോൾ നമുക്ക് വീട് പോവാം അല്ലേ? പുറത്തോട് വഴിയുണ്ട്. ആണോ? ആഹാ. ഉങ്ക പേര്? बिजू ബിജു. എങ്കിൽ എന്നാ ऊर ഊര്? उड़ीसा ഏ उड़ीसा ना ऊर ഒഡീഷ? ஆமாம் ആഹാ. തമിഴ് അപ്പോൾ எப்படி தமிழ்நாடு போயிட்டு வேலை செஞ்சுட்டு ஒரு 5 வருஷம். வேலை செய்யறதுல ஆமா. தமிழ் வந்துச்சா? ஆமாம். ഓക്കെ ഓക്കെ ഓക്കെ. சூப்பர். അപ്പോൾ നമ്മൾ കറങ്ങിയടിച്ച് വീണ്ടും ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നു. അപ്പോൾ നമ്മുടെ ലഗേജ് ഉണ്ടോ? ആരെങ്കിലും കണ്ടോ വിശ്വസിക്കും ഇത്ര ലഗേജ് ഉണ്ട്? കോൺസ ഫ്ലോർ सेकंड फ्लोर സെക്കൻഡ് കറിയോ കറിക്ക് വണ്ടി വിടാൻ പോവാ. ഞാൻ വീട് പോകും. പെട്ടെന്ന് കറി. ആ ചെക്കനാട്ടോ നമുക്ക് ഓഫർ ചെയ്താന്ന്. ആര്? ഇപ്പോൾ പോയില്ല, ഇറങ്ങിപ്പോയില്ലേ. ആ പക്ഷെ ആ ചെക്കൻ്റെ സമയം കഴിഞ്ഞ് പോവാന്ന്. ചെക്കനെ വീഡിയോ കിട്ടാൻ പറ്റിയില്ല. നമുക്ക് വിഷമം. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ് കാണിക്കുന്നല്ലേ? 3 സ്റ്റാർ ഹോട്ടലാണിത്. ഒരു വലിയ. അപ്പോൾ ഇവിടുത്തെ റിസപ്ഷനാണിത്. നമ്മുടെ റൂം ഏതാ? 301. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്. നമ്മുടെ ബഡ്ജറ്റ് റൂംസ് ആണ് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് റൂമാണ്. വിത്ത് AC, കോംപ്ലിമെൻ്ററി 2 മിനറൽ വാട്ടർ ഉണ്ട്. പിന്നെ എന്താണ്, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. ഫുഡ് മെനു സ്കാൻ ചെയ്താൽ മതി. ഒരു LED TV. ഓക്കെ, ഇവിടെ ഗ്ലാസസ്. പിന്നെ ടോയ്ലറ്റ്. ഓക്കെ, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത്യാവശ്യം ചിലപ്പോൾ കാണുന്ന മെയിൻ കാര്യങ്ങളൊക്കെ ഇതാണ്. വീട്ടു വൃത്തിയാണോ വലിയിട്ടുള്ളത്. പിന്നെ രാത്രി കിടക്കാൻ വേണ്ടിയല്ലേ, അതിൽ ഉഷാറാണ്. 3 പേര് സുഖമായിട്ട് കിടക്കും. കഴിക്കാനായിട്ട് പുറത്തു പോകുന്നതാണ്. അവിടെ ഹോട്ടലിൽ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഹിമാലയത്തിൽ നിന്ന് വെള്ളം എക്സ്ട്രീമാണ്. ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞൂടെ? ആരും പറഞ്ഞു, നമുക്ക് പറഞ്ഞൂടെ? എക്സ്ട്രീമിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ചിലപ്പോൾ ആക്കിയേക്കാം. ചുമ്മാ അങ്ങ് തെള്ളി വിട്ടോളുക, തെള്ളി മറിച്ചോളൂ. എന്തൊക്കെ കാര്യങ്ങൾ തള്ളുന്നു, എന്നാൽ പിന്നെ ഇതെങ്കിലും തള്ളിവിടും. ഈ വെള്ളത്തെക്കുറിച്ച് അറിയാൻ ഞാനെന്തോ തള്ളനാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ വണ്ടി ഓടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ബാംഗ്ലൂർ 8ാം ക്ലാസ്സിൽ കാർ ഓടിച്ച് പോയിട്ടില്ല. ശരി, വെള്ളം ഹിമാലയത്തിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഇത് വെള്ളം ഹിമാലയത്തിൽ നിന്ന് എങ്ങനെ അറിയാൻ ഇത് പറ്റും? എവിടെ കഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഫ്രം ഹിമാലയാണ്. എവിടെ? ഇവിടെ അങ്ങനെ എഴുതിട്ട് പുതിയ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഹിമാലയെന്നോ ഒരു കുന്തം എഴുതിയിട്ടില്ല. ഇത് ഇവിടുത്തെ ലോക്കൽ, ഇവിടെ നേരം വെള്ളം നിറയ്ക്കുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദാറ്റ്സ് സഞ്ചാരി ട്രാവൽ ബോട്ട്.
രാത്രി ഫോട്ടോ എടുക്കുന്നില്ല. എടുത്തില്ല. കലക്കി കൊടുത്തു. മുതലാണ് മലയാളി പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ വിളിക്കും. അതെടുത്ത് വീഡിയോ എടുത്തു, വീഡിയോ എടുത്തു. തന്നെത്താൻ വിളമ്പ് എടുത്ത് മുട്ട താഴെ പോയി. ഒരു മര്യാദയ്ക്ക് വിളമ്പി തന്നെ എനിക്ക് അത് ഇഷ്ടമല്ല. ഗൈസ്, ഈ മുട്ട ഇപ്പം ചെയ്യും. ഈ മുട്ട ഒന്ന് കഴിക്കും. പറയാം, മുട്ട ഇഷ്ടമല്ല. കിട്ടാത്ത മുട്ട പുളിക്കും. ഈ പാത്രത്തിൽ ദുരുണ്ട് പോയാണ് ഈ മുട്ട. ഈ പാത്രത്തിന്റെ പോലെയാണ് വേണ്ടിയിരിക്കുന്നത്. എന്തോ ഇത് ഹൈദരാബാദി ഒന്നുമല്ല കേട്ടോ, ഇത് ബീഹാറിയാണ്. പണിപാളി ഗൈസ്, പണിപാളി. വയസ്സും കോളത്തിലുള്ള മുട്ടയിൽ പോയി. ഒഡീഷയിലെ ഏതാണ്ട് സ്വീറ്റാണ്. ഇതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കല്ല. അപ്പോൾ ഇത് നല്ലൊരു കേക്കിന് കൊണ്ടിരിക്കും. പക്ഷേ പാലിന് കണ്ട സംഭവം നല്ല മധുരമാണ്. ഇതെന്തോന്ന് അറിയില്ല. ഇവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടിൽ ഓരോ പീസ് തരാൻ പറഞ്ഞു. അത് കൊള്ളത്തില്ല, ഭയങ്കര നെയ്യ. ഇത് കുഴപ്പമില്ല, ഇത് കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബലാസോർ ഒഡീഷയിൽ നിന്ന് രാവിലെ ഇപ്പം ഒരു 6:30 ഇറങ്ങി. സ്റ്റിൽ ഒഡീഷയിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഒരു കുഗ്രാമമാണ്, ശരിക്കും വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ്. പിന്നെ ഒഡീഷയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശാഖപട്ടണത്തിൽ നിങ്ങൾ വരികയാണെങ്കിലും കൊൽക്കട്ടയിൽ നിന്ന് വരുവാണെങ്കിലും താമസിക്കാൻ പറ്റിയൊരു ടൗണാണ് ബലാസോർ. പക്ഷേ അവിടെ നിന്ന് നോൺ വെജ് കഴിക്കാതിരിക്കും. ഇന്നലെ ഞങ്ങൾ കയറിയ അവിടുത്തെ ഹോട്ടലിലെ ഫുഡ് കാണിച്ചിരുന്നു. പക്ഷേ നോൺ വെജ് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണിയൊക്കെ തന്നു. അപ്പം സാധാ ബിരിയാണി ഉണ്ടോ ഹൈദരാബാദി? അപ്പോൾ ഹൈദരാബാദി ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ സാധാ ബിരിയാണിയുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ അകത്ത് മുട്ട ഉണ്ടാവും, കിഴങ്ങും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലൊന്നും ബിരിയാണിക്കകത്ത് ഈ കിഴങ്ങുണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ അകത്ത് പുഴുങ്ങിയ ഒരു കിഴങ്ങുണ്ടാവും. പക്ഷെ ചിക്കൻ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഒരു വല്ലാത്ത സ്മെല്ല്. ചിക്കൻ ഞാൻ ഒട്ടും കഴിച്ചതേ ഇല്ല. ഇവർ രണ്ടുപേരും തട്ടിവിടുന്നതാണ്. നിങ്ങൾക്ക് സ്മെല്ലൊന്നും അടിച്ചില്ലയോ? നമ്മുടെ അങ്ങനെ വലിയ വിഷയമില്ല. നിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? വിശപ്പല്ലേ, എന്തും കഴിക്കും നമ്മൾ. അതെ, വിശന്നിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വയറിൻ്റെ ഒരു ചെറിയ പ്രശ്നം, ലക്നൗ ഫുഡിന് ശേഷം മുതൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് കാരണം ഇന്നലെ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഇന്നലെ രാവിലെ തൊട്ട് കഴിച്ചില്ല. ചെറിയ സ്നാക്സും ഇതൊക്കെ കഴിച്ചുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. രാത്രി വന്നിട്ട് ഒഡീഷയിൽ വന്നിട്ട് റൂം എടുത്തുകൊണ്ടാണ് പിന്നെ ധൈര്യമായിട്ടും കഴിച്ചത്. കുഴപ്പമില്ലല്ലോ. നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ രാത്രി യാത്ര ഒഴിവാക്കുക. ഇതേപോലുള്ള ഏതെങ്കിലും ടൗണിലൊക്കെ ശ്രമിച്ച് പോകാൻ ശ്രമിക്കുക. താമസം നല്ലതായിരുന്നു. താമസം നല്ല ഇതായിരുന്നു. ഹോട്ടൽ സ്റ്റാർവേ നല്ല ചെറിയ റൂമാണെങ്കിലും അത്യാവശ്യം ചൂടാണ്. AC ഹോട്ട് വാട്ടറും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു. നല്ല താമസമായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. മിസ്റ്റർ സുജിത്ത് പറയൂ. സുജിത്ത് വണ്ടി ഓടിക്കുമ്പോഴേ ആക്റ്റീവ് ആകത്തുള്ളൂ. വെറുതെ ഇരുന്ന സുജിത്ത് ഉറക്കം വരും. അപ്പൊ പിന്നെ കിടന്നു. സുജിത്ത് ഇന്നലെ ഫുൾ ഡ്രൈവ് ചെയ്ത കേട്ടോ. ഇന്നലെ എനിക്ക് ഒന്ന് കൊൽക്കട്ട മുതൽ ബലാസോർ വരെ കണ്ടിന്യൂസ് ഓടിച്ചത് സുജിത്ത്. സുജിത്ത് വണ്ടി ഓടിക്കാൻ മടുപ്പത്. ഇതൊക്കെ എന്തല്ലേ ലഡാക്കൊക്കെ ഓടിച്ച് ഞാൻ പാർട്ടിക്ക് ഇപ്പം ഇവിടെ ലഡാക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഹങ്കാരമല്ലേ വണ്ടി ഓടിക്കുന്നത്. കോൺഫിഡൻസ് അല്ലേ തന്നെ അഹങ്കാരം. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്ത ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ. ഇത് പാട
സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. നേരം പരവര പൊളിരുന്ന എന്താ പറഞ്ഞേ? അവന് പള്ളി വെച്ചില്ലേ? പുലർന്ന് പുറത്തായി 7:05. നേരം പറ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടാ മലയാളം അറിയത്തില്ല വിചാരിക്കല്ലേ. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? ഫ്രണ്ട്സ്, ഒഡീഷ നമ്മൾ ആന്ധ്രയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇവിടുത്തെ കുറേ ഫ്ലവേഴ്സ് വട ഇതിൽ മുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ കഴിക്കാൻ വന്നപ്പോൾ അവർ ആദ്യം ഇവിടെ സദ്യ കൊണ്ടുവരും. നമ്മൾ ഓർഡർ ചെയ്തില്ല, ഓർഡർ ചെയ്തതിന് മുമ്പ് സദ്യ വന്നു. അപ്പോൾ ഇത് ഇഡലിയുടെ കൂടെയും പൂരിയുടെ എല്ലാം വരുന്ന സാധനമാണ്. പിന്നെ കാക്കട പൂരി എന്നൊക്കെ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. ഓ, ഞാൻ എടുക്കുന്ന വീഡിയോക്ക് തലേമാലും ഉണ്ടോ നീ ചോദിക്കണം. എന്നല്ല നീ എടുത്ത വീഡിയോക്ക് തലേമാലും ഇവരെയൊക്കെ മൈദ കൊണ്ടുള്ള പൂരിയാണ്. ഇത് കണ്ടോ, നമ്മളൊക്കെ ഒരു പ്ലേറ്റാണ് കഴിക്കുന്നത്, പുള്ളി 2 പ്ലേറ്റ് കഴിക്കുന്നത്. പുള്ളിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യത്തെ പ്ലേറ്റ് പറഞ്ഞാന്നുള്ളൂ, പിന്നെ 2 തരാൻ പറഞ്ഞു. 2 തിന്ന് തീർന്നതാണ് ഓൾറെഡി. എല്ലാം പടപട. എങ്ങനെയുണ്ട് ഐറ്റം? വീടും മറ്റേ രക്ഷയില്ല. എന്തുവാടാ JCB ഇവിടെ എന്റെ സാറേ, ഈ കടയിലെ പോയി മാറ്റം തിന്നോട്ടെ. കൊള്ളത്തില്ല കേട്ടോ. വായിലോടങ്ങ് എടുക്കണം. കഴിക്കുന്നത് ചോർന്നു പോയിരിക്കുക. താടി സാറേ, 2 പ്ലേറ്റ് പൂരി കഴിച്ചതും പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇച്ചിരി റസ്കൂലയും കൂടെ കഴിക്കും. സാധനം എടുക്കുന്നത് സ്വീറ്റ് ഇടാൻ പറ്റത്തില്ല. എന്റെ പേരും പറഞ്ഞു. വെറുതെ സമയം കളയണ്ട. പൂരി വെക്കാതെ
ചാനൽ എഴുതി എന്താ പറയാ. ഇവിടുത്തെ എന്താ സ്റ്റീം പുലാവാണ്, എന്തോ ഒരു സ്വീറ്റ് ആണെന്നാണ് പറഞ്ഞത്. സ്വീറ്റ് ഇങ്ങനെ കഴിക്കില്ല അച്ഛാ. അപ്പോൾ ഇന്നലെ പല രാത്രി കടയിൽ കയറി സ്വീറ്റ് കഴിച്ച് ക്രാസി പട്ടിക്ക് കൊടുക്കും. ആ കൊള്ളാം കേട്ടോ. ഇന്നലത്തെ ചോറാണ്, ഇന്നലത്തെ ഇഡ്ഡലി ഉണ്ടോ, ഇന്നലത്തെ ഇഡ്ഡലി അതിൻ്റെ അകത്ത് കുറച്ച് മധുരമൊക്കെ ഇട്ട്. വീഡിയോഗ്രാഫറെ കൊണ്ട് തോരല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, തരുന്നില്ല. ആരും ടേസ്റ്റ് ചെയ്യണം. ഓ അടിപൊളിക്കാണ്, വാടി പോയി. ഇത് കണ്ടോ മോനെ, പടക്കം കണ്ടോ, റോക്കറ്റ് കണ്ടോ? ഇതൊക്കെ എവിടെ വിടാനായിരിക്കും? എങ്ങോട്ടാ വിടുന്നേ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. എങ്ങോട്ടാ വിടുന്നേ? ഞാനും അല്ല വിടുന്നത്. എന്റെ ഇങ്ങനെയല്ല. കട്ടി ഭയങ്കര വച്ചല്ലേ? പച്ചപ്പ് നിറഞ്ഞ മല. ഈ മലയുടെ പേരാണ് പച്ചമല. പശ്ചിമ മല എന്ന് പറയുന്നത്. പശ്ചിമ നിരകളിൽ മാത്രം, പശ്ചിമ ഘട്ടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം മലയാണ്. ഇതെന്താ പറയുന്നു? ഞാൻ ഇനിയിപ്പോൾ എന്ത് പറയാനാ, നിങ്ങളെല്ലാം തീരുമാനിച്ചില്ലേ. ഇപ്പം ഞാനും പറഞ്ഞു വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും തള്ളാണെന്ന് പറയും. പറയൂ ഇതാണ് അടുത്ത പശ്ചിമ. നേരത്തെ നമ്മൾ ഹിമാലയത്തിൽ പോയപ്പോ പശ്ചിമ ഊട് കണ്ടായിരുന്നു. ഇപ്പൊ പശ്ചിമ മല. നേരത്തെ മോക്ക് പഠിക്കാനുണ്ടായിരുന്നു. വീണ്ടും മോളെ ഞങ്ങള് സ്മരിക്കും. ചിന്നന്റെ പേര് മൊത്തം പപ്പ കളങ്കപ്പെടുത്തി. ഇപ്പൊ പശ്ചിമ മല നമ്മള് കണ്ടിരിക്കുകയാണ്. ഗൈസ് വീണ്ടും പണി കിട്ടി. ഡീസൽ ടാങ്കിന് ലീക്കായി. ഇപ്പോൾ ഒരു പമ്പിൽ കയറി, ഇപ്പോൾ ഡീസൽ അടിച്ചിട്ട് ഇവർ മാറ്റി നിർത്തി. ഞാൻ ബില്ല് മേടിക്കാനായിട്ട് അവിടെ നിന്ന സമയത്ത് അവിടെ ലീക്കായിട്ട് ഈ പമ്പിലെ ആൾക്കാർ വന്നിട്ട് നമ്മളെ വെളിയിറക്കി കാണിച്ച സംഭവം ലീക്കായിട്ട്. അതായത് അതിന് മുമ്പ് ഒരു ലീക്ക് ഉണ്ടല്ലോ, എങ്ങനെ ലീക്ക് വന്നൊരു പിടിയില്ല. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ടൊയോട്ടയുടെ ഷോറൂം ഒരു 22 കിലോമീറ്റർ അപ്പുറത്തുണ്ടെന്ന് പറയുന്നു. പക്ഷേ 1-2 ദിവസം നിൽക്കും ഇവിടെ, നിർത്തേണ്ടി വരും ചിലപ്പോൾ അവിടെ. ടൊയോട്ട നോർമലി അങ്ങനെയാണ്. കാരണം ഇത് ഗ്യാസ് വെൽഡിംഗ് ആണ്, ഡീസൽ മുഴുവൻ കളഞ്ഞ് ഗ്യാസ് വെൽഡിംഗ് ചെയ്യണം. ഇവിടെ വർക്ക്ഷോപ്പല്ല സർവീസ് സ്റ്റേഷനാണ്. അവർ പറഞ്ഞ MC ഒട്ടിക്കാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. MC ഒട്ടിച്ചാൽ അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നു. എന്താണേലും വിശാഖപട്ടണം ഒരു ലോങ് ജേണിയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. നോക്കാം. प्लेट അറിയത്തില്ല, ഞാൻ ସେତିକି ହେଇଯିବ ଭାଇ ନା, ସେ ଫୋନ୍ଟା ହେଇଯିବ। ହଁ ଏଇଟା ଚଉଡ଼ା କରି ଲଗେଇଦେବା।
ये पहले देखने हैं कहाँ से वो छोटा वाला हाँ वो तो देख चुके हैं। না না থাক ছাড়। भैया वो होल देख सकते हैं, देख सकते हैं होल। दिखता तो नहीं, यहाँ से लीक होता है तो क्या? हाँ ठीक है ठीक है। आणा आणा असं लग हाताला छाडी लगे दियो तो काढू दे डिझेल लीक होती ना। ज़्यादा लीक हो रहा है क्या भैया? नहीं नहीं ज़्यादा रहेंगे तो रहेगा ही नहीं, आपका टांकी खाली हो जाएगा। इसलिए पूछ रहा हूँ। मर 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 वहाँ पे पूरा स्प्रेड कीजिए, स्प्रेड कीजिए। पूरा मिसेई दियो, केते भी मिसेई दियो भाई सब कुछ मिसेई दियो। आदि दियो मैंने मिसेली और थोड़ा लगा दिया भैया। आप कहाँ गए? हाँ? कहाँ पे गए? क्या है? कहाँ जाओगे पूछ रहे हैं हम आपको? लोग जाने के लिए? हाँ। हम लोग वापस केरला जाना है ना? केरला केरला। हाँ हाँ। केरला नंबर गाड़ी ना। पूरा इंडिया घूम के आ रहा है। ठीक है, कोई तो शोरूम मिलेगा तो उनको काम कर देगा। नहीं, ये ठीक हो जाएगा तो केरला तक जा सकते हैं ना? देखो आप बीच बीच में चेक करोगे। हाँ, के हाँ। मारती ऊपर, हाँ? पांच के ऊपर की दे सो साइज है। साइज रही तू जानছো आना ସିଧା କରନି ମେନ୍ ପଏଣ୍ଟ ହେଉଛି ଏଇଟା। हाँ कौन दे जा ଯୋଉ ନରମ ହେଇଯାଉଛି ଦେଖୁଛ ତ ଡିଜେଲ ଲାଗି। सुना है ये चल रही मिशा ନା ନାଇଁ ଖାଲି ଛପା ମାରିଦିଅ ବାସ୍। जो चल रही मिशन तो हूँ ଏଇଟା ମିଶେଇ ଦିଅ। हाँ मिशन कर देगा ନା ଏ ଟୁଲକା ହେଇଯାଉଛି। ଏ ରହିବନି ରହିବନି ନା। देखिए जबरदस्ती पहले ହୁଁ ना भी फुली वेल्ली माला ପୁରା ଗ୍ୟାସ୍ ୱେଲ୍ଡିଂ ମା ଏଟା ଆଖି ଖାଲି କରିବାକୁ ପଡ଼ିବ। फुली करना होगा ନୋଜଲ ଫୋଜଲ ସବୁ ତାର କାଢ଼ିବାକୁ ପଡ଼ିବ। ନୋଜଲରେ ସବୁ କାଢ଼ିବାକୁ ପଡ଼ିବ। लीक हो रहा है? लीक ऑन दे? ला? लीक नहीं हो रहा है पर ये शायद नहीं रह सकता। नहीं रह सकते हैं। देखना पड़ेगा। नहीं तो ये बकेट खोल के टंकी वॉश करके वेल्डिंग मारने के बाद फिटिंग करेगा तो रह जाएगा। वो अभी तो फुल टैंक है डीजल। अभी फुल टैंक है। अभी फुल टैंक है। अभी फुल टैंक किया मतलब यहाँ पे एक मैकेनिकल बुला दो बैरल नहीं नहीं ताको शोरूम पठेगा यदि कहियो हाँ शोरूम पठेगा सिम दे दियो। हाँ से मोटा कर दे दियो रही जियो बस पानी हाथ दी हे जाओ। देखता हूँ आंध्रा तक जाके। ना हैं देखे देखे जरा पिला सेठी करी छाड़ दियो ताके पळे ना ये नहीं रुकेगा भैया। मेरे भी तो साइड में ये अभी यहाँ ये जितना है ना आप शोरूम तक चले जाइए।
NH में हौले हौले आराम से जाइए, जहाँ पे आपको मिल जाएगा वहीं पे लगा दीजिए। Mahindra som jo showroom विषय चेंज ना जो शोरूम में लगे आ रहे हाँ जो शोरूम में करिए नहीं कि टोयोटा है टोयोटा करिए। कौन बाजी जाइए मो हाँ बा पत्थर पत्थर बाज जाइए और ഷോറൂം വരെയൊക്കെ പോകും. ഡീസൽ കാരണം ഒട്ടുമില്ല. छाड़ दिए അത് ഒട്ടിയിട്ടില്ല, ഡീസലായതുകൊണ്ട് അത് ഒട്ടുന്നില്ല. ഷോറൂമിൽ ചെന്ന് അത്ര ദിവസം നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. 100 രൂപയുടെ പണിയുള്ളൂ, പക്ഷേ ഇത് മൊത്തം അഴിക്കണം. അതുതന്നെ ഇത്ര ലഗേജൊക്കെ മാറ്റിക്കൊണ്ട് വേണം പോകാൻ. അതാണ് സീൻ.